കഷ്ടം തന്നെ. 6 കുഞ്ഞുങ്ങളെ മഹാരാജാവ് കൊന്നു. 7ാമതാണെങ്കിൽ ഇങ്ങനെയും ആയി. എങ്ങനെ സഹിക്കും ദേവകി ദേവി? ഞാനായിരുന്നെങ്കിൽ എന്നെ വല്ല കിണറ്റിലും ചാടി ജീവൻ കളയുമായിരുന്നു. 6 മാസം ചുമന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ, അയ്യോ, ഞാനിതുവരെ കേട്ടിട്ടില്ല ഇത്രയും കാലം കഴിഞ്ഞിട്ടൊരു ഗർഭസ്രാവം. ഭയന്നിട്ടാ. ആറ്റുനോറ്റ് 10 മാസം തികച്ചിട്ടെന്താ? മഹാരാജാവ് തൂക്കിയെടുത്ത് ബലിക്കല്ലിൽ അടിക്കും. അതൊക്കെ ഓർത്ത് പേടിച്ച് തന്നെയാ ഇങ്ങനൊക്കെ സംഭവിച്ചേ. ശരിയായിരിക്കും. വല്ല ദുസ്വപ്നം കണ്ട് ഞെട്ടിയതായിരിക്കും. അതല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഇനിയുള്ള കാര്യം ആലോചിക്കുമ്പോഴാ മനസ്സിന് ഇത്തിരി സമാധാനം. 8ാമത്തേത് പുത്രൻ തന്നെയായിരിക്കുമെന്നും ആ പുത്രൻ മഹാരാജാവിനെ കൊല്ലുമെന്നുമല്ലേ കേൾക്കുന്നത്. അത് നടന്നാലേ ഈ മധുരാദേശം രക്ഷപ്പെടൂ. ഷോ, പതുക്കെ പറ, ആരെങ്കിലും കേട്ടാൽ. ശരിയാ, എന്നാലും എങ്ങനെ പറയാതിരിക്കും? ഇത്രയും ക്രൂരനായ ഒരു രാജാവിനെ പറ്റി കഥകളിൽ പോലും കേട്ടിട്ടില്ല. എങ്ങനെ മനസ്സ് വരുന്നു ഈശ്വര കല്ലിലടിച്ചു കൊല്ലാൻ, അതും ചോര കുഞ്ഞുങ്ങളെ. വസുദേവരാജന്റെ മന്ദിരത്തിലേക്ക് ഇത് തന്നെയല്ലേ വഴി? അതെ. എവിടുന്ന് വരുന്നു? അമ്പാടിയിൽ നിന്ന്. എന്റെ പേര് ദേവവതി. അവിടെ രോഹിണി ദേവിയെ കാണാറുണ്ടോ? ഭയക്കണ്ട, ഞങ്ങളൊക്കെ വസുദേവ ഗ്രഹത്തിലെ ചേടിമാരാ. ആരും അറിയാതെയല്ലേ ദേവി അവിടെ താമസിക്കുന്നത്. ഞാൻ ദേവിയുടെ സൈരന്ധ്രിയാണ്. അല്ല, രോഹിണി ദേവിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. സുഖമായിട്ടിരിക്കുന്നു. അവിടെ സ്വന്തം സോദരിയെ പോലെയാ നന്ദഗോപരാജൻ നോക്കുന്നത്. ഭഗവാനെ. പിന്നെ ഒരു വിശേഷം ഉണ്ടായിരിക്കുന്നു. അത് രഹസ്യമായി അറിയിക്കാൻ കൂടിയാ ഞാൻ വന്നത്. അല്ല, ഞങ്ങളെ മനസ്സിലായല്ലോ. വിരോധമില്ലെങ്കിൽ പറയാം വിശേഷം. രോഹിണി ദേവി ഗർഭത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വസുദേവരാജന്റെ ഭാഗ്യം. അതെ. ദേവകി ദേവിയിൽ പിറന്ന ഒരു കുഞ്ഞിനെയും കിട്ടിയില്ലല്ലോ വളർത്താൻ. ഇതെങ്കിലും നൽകണേ നാരായണ. ഭഗവാനെ.